ഇങ്ങനെ ഒരു നടനോ? ലോകത്തിലെ ഏറ്റവും മികച്ച നടൻ ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മമ്മൂക്കയും ലാലേട്ടനും കമൽഹാസനും ടോം ഹാങ്സും മെർലിൻ ബ്രണ്ടോയും ഡിക്കാപ്രിയോയും വരെ പേര് പറഞ്ഞേക്കാം. എന്നാൽ അവാർഡുകളുടെ കണക്കെടുത്ത് തൂക്കി നോക്കിയാൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന നടന്മാരിൽ ഏറ്റവും മികച്ച നടൻ. 3 ഓസ്കാർ അവാർഡുകൾ, 4 തവണ ബാഫ്റ്റ പുരസ്കാരം, 6 തവണ അക്കാഡമി നോമിനേഷൻസ്. എന്നാൽ അഭിനയിച്ചതാകട്ടെ വെറും 20 സിനിമകളിലും. 2017 അഭിനയത്തിൽ നിന്നും വിരമിച്ച ആക്ടേഴ്സ് ഫേവറേറ്റ് ആക്ടർ ഡാനിയൽ ഡേ ലൂയിസ്. 100 Days 100 Stories, Day 61. പലതരം പഠന വൈകല്യങ്ങൾ ഉള്ളതുകൊണ്ട് സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ ഒരുപാട് മാറ്റി നിർത്തപ്പെട്ട, പരിഹസിക്കപ്പെട്ട കുട്ടിയായിരുന്നു കൊച്ചു ഡാനിയൽ. പല നാട്ടിൽ നിന്നുള്ളവർ ഒന്നിച്ചു കഴിയുന്ന ലണ്ടൻ നഗരത്തിൽ വ്യത്യസ്തരായ ആക്സന്റുകൾ മിമിക് ചെയ്തുകൊണ്ടാണ് തന്നിലെ നടനെ അവൻ തിരിച്ചറിയുന്നത്. നാടകങ്ങളുടെ സിനിമയിലേക്ക് എത്തിയ ഡാനിയൽ ആദ്യമായി ലീഡ് റോൾ എത്തിയ ചിത്രം 1985 പുറത്തിറങ്ങിയ ബ്യൂട്ടിഫുൾ ലോൺട്രേറ്റ് ആയിരുന്നു. അതിനു മുൻപ് ഗാന്ധി എന്ന ചിത്രത്തിൽ ചെറിയൊരു വേഷത്തിലും അദ്ദേഹത്തെ നമുക്ക് കാണാം. സിനിമാഭിനയം തുടങ്ങി 4ാമത്തെ വർഷം മൈ ലെഫ്റ്റ് ഫുട്ട് എന്ന ചിത്രത്തിൽ സെലിബ്രൽ പാൾസി ബാധിച്ച ഒരു നായകനായി എത്തി ആദ്യത്തെ ഓസ്കാർ. ഓരോ സിനിമകൾക്കിടയിൽ വർഷങ്ങളുടെ ഇടവേള എടുക്കുന്ന അയാൾ താൻ ചെയ്യാൻ പോകുന്ന കഥാപാത്രങ്ങളായി ജീവിച്ച് ശീലിച്ചതിനു ശേഷം മാത്രമാണ് ക്യാമറയ്ക്ക് മുന്നിലേക്ക് എത്തുന്നത്. ഐസൊലേറ്റഡ് ഐലൻഡ് എന്ന ചിത്രത്തിനായി എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ട് ഒരു കുടിസുമുറിയിൽ അദ്ദേഹം കഴിച്ചുകൂട്ടിയത് 1.5 വർഷക്കാലമാണ്. ഹോളിവുഡ് സിനിമകളുടെ ഗ്ലാമർ ലോകത്തിനപ്പുറത്തേക്ക് അജ്ഞാതമായ ഒരു പ്രൊഫൈൽ സൂക്ഷിക്കുന്നയാൾ 2017 സിനിമയിൽ നിന്നും സ്വമേധയാ വിരമിച്ച് അയർലൻഡിലെ ഒരു ഗ്രാമത്തിൽ വിശ്രമ ജീവിതം നയിക്കുകയാണ് ഡാനിയൽ. 2008 There Will Be Blood, 2013 ലിങ്കൻ എന്നീ ചിത്രങ്ങളിലൂടെ വീണ്ടും ഓസ്കാർ. 97 ശേഷം അദ്ദേഹത്തിന്റേതായി പുറത്തിറങ്ങിയത് വെറും 7 സിനിമകൾ. അവയിൽ ഓരോന്നിലും കാണാം മെത്തേഡ് ആക്ടിംഗിന്റെ മൂർത്തിഭാവം പേറുന്ന ഡാനിയൽ ഡേ ലൂയിസ് എന്ന നടന്റെ ആത്മസമർപ്പണം.